ഇത് കൊണ്ടുവന്നിട്ട് ഇത് തീർച്ചയായും അതിന്റെ വ്യാപാര തോതിനെ അഫക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്നാൽ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റികൾക്ക് ഇത് ബാധകമല്ല. അതുകൊണ്ട് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി വ്യാപാരത്തോത് ഈ വരുന്ന വർഷം കൂടാനാണ് സാധ്യത. നാണ്യവിളകളുടെ വിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഗോളതലത്തിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ അത് ഇന്ത്യയിലും പ്രകടമാകും. ആ സമയത്ത് ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും അവരുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം നികത്തണമെങ്കിൽ ഹെഡ്ജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിലൂടെ ലഭ്യമാകുന്നുണ്ട്. അത് തീർച്ചയായും അവർക്ക് ഉപയോഗിക്കാൻ ഈ CTT അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു നല്ല കാര്യമാണ്. എന്നാൽ മറ്റു നോൺ അഗ്രികൾച്ചർ സെക്ടറിലെ ഈ CTT കൊണ്ടുവരുന്നതോടുകൂടി ഈ ഉൽപ്പന്നമതി വ്യാപാരത്തിലെ ലിക്വിഡിറ്റിയെ കാര്യമായി ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. താങ്കൾക്ക് തിരിച്ചു വരാം. 2011-നും 2012-നും ഇടയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 13 തവണയാണ് റേറ്റുകൾ വർദ്ധിപ്പിച്ചത്. ശ്രീ റാഫി മേത്തർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇത് വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പലിശ നിരക്ക് ഉയരുന്നു. അത് കാരണം ഭവന നിർമ്മാണ മേഖലയ്ക്ക് അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇപ്പോൾ അത് തീർച്ചയായും കേന്ദ്ര സർക്കാരും അത് പരിഗണിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ പറയുകയുമുണ്ടായി. ഈ ബജറ്റിൽ നിർമ്മാണ മേഖലയ്ക്ക് അനുകൂലമാവുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ സമയത്തിനുള്ളിൽ നിർമ്മാണ മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. ഈ ഒരു ബഡ്ജറ്റ് കൂടി അപ് ടു 25 lakhs ഗവൺമെന്റ് ഓഫ് ഈ ബഡ്ജറ്റിൽ ശ്രീ ചിദംബരം വളരെ അനുകൂലമായ സമീപനം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ട് മിഡിൽ ക്ലാസിനെയും അതിന് മുകളിലുള്ള ക്ലാസിനെയും ഇഗ്നോർ ചെയ്തു. അതുകൊണ്ട് നിർമ്മാണ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു സെക്ഷൻ ഇതിൽ തീർക്കാൻ സാധിച്ചു. അതുകൂടാണ്ട് സിമെന്റിന്റെയും സ്റ്റീലിന്റെയും പ്രൈസ് അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ആൻസിലറി യൂണിറ്റ്സിന്റെ ഒന്നും അത് ചെയ്യാനുള്ള ഒരു നടപടികളും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് ആസ് എ കൺസ്ട്രക്ഷനിൽ ഓൾ സെക്ടേഴ്സിൽ ഇത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നുള്ള അടുത്ത ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രഖ്യാപിച്ചു. ആക്ച്വലി ഡൽഹി ടു ബോംബെ ബാംഗ്ലൂർ മദ്രാസ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും എല്ലാ മെറ്റീരിയൽസും നേരത്തെ പറഞ്ഞ ലോജിസ്റ്റിക്സും എല്ലാം മൂവ്മെന്റ് വരേണ്ടത് നാഷണൽ ഹൈവേസിൽ നിന്നും ലോജിസ്റ്റിക്സ് വന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രൊഡക്ഷൻ ഇല്ല ഇവിടെ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മറ്റേ ബാംഗ്ലൂരോ മദ്രാസോ വരുന്നത്, ആ കോറിഡോറിൽ വരുന്നത് ഒരു 300 kilometers ഉണ്ടായിരുന്നു. പാലക്കാട് വരെയെങ്കിലും കൊണ്ടുവരായിരുന്നു. അതുകൊണ്ട് ലോജിസ്റ്റിക് മൂവ്മെന്റ് ടു കേരള ഇറ്റ്സ് എ ടോട്ടലി ഫെയിലിയർ. ഇതെല്ലാമാണ് ബേസിക്കലി കൺസ്ട്രക്ഷൻ മേഖല. പക്ഷേ അതിൻ്റെ ഒപ്പം വേറൊരു കാര്യം ഇന്ന് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഇഷ്യൂ ഇല്ലാണ്ട് ദ ഫണ്ട് ക്യാൻ റേസ്. ആക്ച്വലി ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് മൂവ്മെന്റ്. അതുകൂടാണ്ട് ഇതിലൊരു നല്ല ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഏകദേശം അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട പ്രശ്നമാണ്. ഏറ്റവും നല്ല പോസിറ്റീവ് സൈഡ് വന്നിരിക്കുന്ന ഏകദേശം ഒരു 1 lakh crores rupees സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി, മാൻ പവറിന് വേണ്ടി നീക്കി വെച്ചിട്ട് ഏകദേശം 10 കോടി ആളുകൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രോബ്ലം എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയിലും റെസ്റ്റോറൻറ്റിലും എല്ലാം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനില്ല. മൈഗ്രേറ്റഡ് പോപ്പുലേഷനാണ്. 10th സ്റ്റാൻഡേർഡ് ജസ്റ്റ് പാസ്സായവർ തോറ്റൊരുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഗവൺമെന്റിന്റെ ഏറ്റവും ബ്രോഡായിട്ടുള്ള ഔട്ട്ലുക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഗൾഫിലോട്ട് പോയതും ഗൾഫിൽ നിന്ന് ഫണ്ട് വന്നതും എല്ലാം. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലക്കും അവിടുന്ന് ട്രെയിൻ ചെയ്തിട്ടും അവിടുന്ന് ഗൾഫിലോട്ട് പോകാനും എല്ലാമായിട്ട് കേരളത്തിന്റെ എക്കണോമിനെ തന്നെ പിടിച്ച് വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല പോസിറ്റീവ് ട്രെൻഡായിട്ട് ഞാനത് കാണുന്നു. താങ്കൾക്ക് തിരിച്ചു വരാം. ഫാദർ പിലിയനിക്കൽ, 5387 കോടി രൂപ തണ്ണീർത്തട പദ്ധതികൾക്കായി മാത്രം നീക്കിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടനാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രത്യാശ നൽകുന്ന ഒരു തീരുമാനമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ വേമ്പനാട് കോൾ എന്ന് പറയുന്നത് റാംസർ സൈറ്റാണ്. അതുപോലെ നഷ്ടമുടി കായലുമൊക്കെ, അങ്ങനെ 3 സൈറ്റുണ്ട്. ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വറ്റുകയും അതുപോലെ തന്നെ അവിടെ നികത്തപ്പെടുകയും കയ്യേറ്റം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ഉൾനാടൻ മത്സ്യസമ്പത്ത് വളരെയധികം ഭീകരമായ രീതിയിൽ കുറഞ്ഞുകൊണ്ട് പോവുകയും 10,000 കണക്കിന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് വാസ്തവത്തിൽ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലെ